ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إنا نسألك خير هذا اليوم وخير ما بعده، ونعوذ بك من شر ما في هذا اليوم وشر ما بعده يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടാനുള്ള കാരണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസോടുകൂടി ഈ വിഷയം പൂർത്തീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3-4 കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പറയാൻ ഇനി അവശേഷിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടാൻ കാരണമാകുന്ന എത്ര കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? 16 കാര്യങ്ങൾ പറഞ്ഞു. 17ാമത്തെ കാര്യം അൽ ഖദിബ്, കളവ് എന്നതാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് കളവ്. മുൻഗാമികൾ ചിലർ പറഞ്ഞു, ഇദാ ഉരിഫൽ കദ്ദാബു ബിൽ കദിബി ലം യകദ് യുസദ്ദഖു ഫീ ശൈഇൻ വഇൻ കാന സാദിഖാ. ഒരാൾ കളവ് കൊണ്ട് അറിയപ്പെട്ടവനായാൽ, അവൻ കളവ് പറയുന്നവനാണ്, അവനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്, സത്യസന്ധതയില്ലാത്തവനാണ് എന്നറിയപ്പെട്ട് കഴിഞ്ഞാൽ യുസദ്ദഖു ഫീ ശൈഇൻ വഇൻ കാന സാദിഖൻ, ലം യകദ് യുസദ്ദഖു ഫീ ശൈഇൻ വഇൻ കാന സാദിഖൻ. ഇനി അവൻ വല്ലപ്പോഴും സത്യം പറഞ്ഞാൽ പോലും ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ്. അതാണ് കളവ് കൊണ്ടുള്ള ഏറ്റവും വലിയ ദുരന്തം. കളവ് എന്നത് അവൻ്റെ സ്ഥിരം സ്വഭാവമാണ്. അതിനിടയിൽ വല്ലപ്പോഴും അവൻ സത്യം പറഞ്ഞാലോ ആളുകൾ വിശ്വസിക്കുമോ? കളവ് കൊണ്ടറിയപ്പെട്ട ആളുകൾ അവർ വല്ലപ്പോഴും സത്യം പറഞ്ഞാൽ പോലും ലം യകദ് യുസദ്ദഖു ഫീ ശൈഇൻ വഇൻ കാന സാദിഖൻ, ആളുകൾ അവൻ്റെ സത്യം അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. لأنه أمارة النفاق ودليل ضعف النفس وحقارة الشأن. കളവ് എന്നത് നിഫാഖിൻ്റെ അടയാളങ്ങളിൽ ഒരു അടയാളമാണ്. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുക എന്നുള്ളത് മുനാഫിഖുകളുടെ അടയാളങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ വദലീലു ദഅത്തിൻ നഫ്സ്, ഹൃദയം ഇടുങ്ങിപ്പോയി എന്നതിൻ്റെ അടയാളമാണ്. കളവ് പറയുന്നവരെ ഹൃദയം ഇടുങ്ങിയിട്ടായിരിക്കും, സങ്കുചിതമായിരിക്കും, അവർക്ക് ഹൃദയ വിശാലത ഉണ്ടാക്കുകയില്ല. വഹഖാറത്തി ശഅൻ, അതുപോലെ തന്നെ ഒരാളുടെ നിലവാരം എത്രമേൽ താഴാൻ പറ്റും, നിലവാരത്തകർച്ച, ഒരാളുടെ നിലവാരത്തകർച്ച, ഒരാളുടെ ഏറ്റവും മോശമായ താഴ്ന്ന നിലവാരമാണ് കളവിൻ്റെ ആളായി തീരുക എന്നുള്ളത്. അതിനേക്കാൾ തരംതാണ മറ്റൊരു വിശേഷണമില്ല. മുനാഫിഖുകൾ, അവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ചു തന്നു. അവർ സംസാരിച്ചാൽ കളവ് പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂനിലൂടെ വ്യക്തമായി പറഞ്ഞു തന്നു, ഇത്തഖദു ഐമാനഹും ജുന്ന, അവർ വല്ലാഹി എന്ന് പറഞ്ഞ് കളവ് പറയും. തങ്ങളുടെ കളവ് സ്ഥാപിക്കാൻ വേണ്ടി അവർ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യും. അവരെ സത്യങ്ങളെ, ശബ്ദങ്ങളെ അവർ പരിചയമായി സ്വീകരിക്കും. ഇത്തഖദു ഐമാനഹും ജുന്ന ഫസദ്ദു അൻ സബീലില്ലാഹ് യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം, എല്ലാ ശബ്ദങ്ങളും അവർക്കെതിരെയാണെന്ന് അവർ വിചാരിക്കും. കാരണം തങ്ങളുടെ ഉള്ളിലുള്ള നിഫാഖ്, കുഫ്ർ ആരെങ്കിലും പുറത്തറിഞ്ഞാലോ, തങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ എന്നുള്ള പേടി അവർക്കുണ്ടാവും. അതുകൊണ്ട് ആര് സംസാരിച്ചാലും തങ്ങൾക്കെതിരാണോ എന്നവർ സംശയിച്ചു പോകും. കഅന്നഹും ഖുശുബും മുസന്നദ,
ചാരിവെച്ച മരത്തടികളെ പോലെയാണവർ. അവരുടെ പ്രത്യേകതയായി പറഞ്ഞാണ് ഇത്തഖദു ഐമാനഹും ജുന്ന. അവർ സത്യങ്ങളെ, ശബദങ്ങളെ മറയായി, പരിചയമായി സ്വീകരിക്കും. തങ്ങളുടെ ഉള്ളുകള്ളി പുറത്തേക്ക് അറിയാതിരിക്കാൻ വേണ്ടി സത്യം പറഞ്ഞുകൊണ്ട് അവർ കളവ് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ പറഞ്ഞു, അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യം മുറുകെ പിടിക്കണം. ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യസന്ധത എന്നത് എല്ലാ നന്മയിലേക്കും നമ്മെ നയിക്കും. വൽ ബിർറു യഹ്ദി ഇലൽ ജന്ന, നന്മകൾ അത് നമ്മെ സ്വർഗത്തിലേക്കും നയിക്കും. വ ഇന്ന റജുല ലയസ്ദുഖു ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖൻ, അങ്ങനെ ഒരു മനുഷ്യൻ അവനേത് സാഹചര്യത്തിലും സത്യം മാത്രം മുറുകെ പിടിച്ചു പറഞ്ഞു ജീവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സിദ്ദീഖ് എന്ന അവൻ്റെ സന്നിധിയിൽ രേഖപ്പെടുത്തും. അള്ളാഹു സത്യം മുറുകെ പിടിക്കുന്ന ആളുകളെ സിദ്ദീഖ്, സത്യസന്ധൻ എന്ന് രേഖപ്പെടുത്തും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഇയ്യാകും വൽ കദിബ്, നിങ്ങൾ കളവിനെ സൂക്ഷിക്കുക. ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് എന്നത് എല്ലാ വേണ്ടാത്തരങ്ങളിലേക്കും നമ്മെ നയിക്കും. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, അനാവശ്യ വൃത്തികൾ, മോശത്തരങ്ങൾ, ഹറാമായ കാര്യങ്ങൾ സംശയമില്ല നമ്മെ നരകത്തിലേക്ക് നയിക്കും. വഇന്ന റജുല ലയക്ദിബു ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബൻ, അങ്ങനെ ഒരു മനുഷ്യൻ കളവിൻ്റെ ആളായിത്തീർന്നു, കളവിൻ്റെ വക്താവായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അവൻ്റെ അടുക്കൽ കദ്ദാബ്, കള്ളൻ എന്ന് രേഖപ്പെടുത്തും. ഇതിനേക്കാൾ വലിയ തൗഫീഖ് നഷ്ടപ്പെടുന്ന സാഹചര്യമില്ല. അള്ളാഹു ഒരാളെ കള്ളൻ, കദ്ദാബ് എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് സത്യസന്ധനായി മാറുക? അവൻ എങ്ങനെയാണ് ഹക്ക് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചു മരിക്കുക? അവൻ കള്ളനായി, കളവിൻ്റെ വക്താവായി, നീചനായി, നിന്ദനായി, പതിതനായി മരണമടയുകയല്ലാതെ വേറൊരു പര്യവസാനം അവന് സംഭവിക്കുകയില്ല. അതിനേക്കാൾ വലിയ തൗഫീഖ് നഷ്ടപ്പെടുന്ന സാഹചര്യമില്ല. ഈ ഹദീസിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അസ്സിദ്ഖു മിൻ അൻബലിൽ അഖ്ലാഖി വ അലാഹ ഖദ്റൻ, സത്യസന്ധത എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവ ഗുണങ്ങളിൽ എണ്ണപ്പെടുന്ന കാര്യമാണ്. ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്ന് സാമ്പത്തിക രംഗങ്ങളിൽ, ദീനീ രംഗങ്ങളിൽ, കുടുംബങ്ങളിൽ, സഹോദര ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വീഴ്ച വരുന്ന ഗുണം, മൂല്യം, സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? സത്യസന്ധതയാണ്. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും കളവ് പറയുന്നു, മക്കൾ വാപ്പാനോട് പറയുന്നു, വാപ്പ മക്കളോട് പറയുന്നു. ഒരു കച്ചവട സ്ഥാപനത്തിലാണെങ്കിൽ തൊഴിലാളി മുതലാളിയെ പറ്റിക്കുന്നു, മുതലാളി തൊഴിലാളിയെ പറ്റിക്കുന്നു. സത്യസന്ധത എന്ന ഏറ്റവും വലിയ യോഗ്യത, അത് എത്ര വിദ്യാഭ്യാസം നേടിയാലും കിട്ടില്ല. ഈ ക്വാളിഫിക്കേഷൻ ഇന്ന് എല്ലാ രംഗത്തും നഷ്ടപ്പെട്ടിരിക്കുകയാണ്, സത്യസന്ധത. കാരണം അള്ളാഹുവിൻ്റെ ദീൻ അത് പ്രോത്സാഹിപ്പിച്ച മഹത്തായ ഗുണമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവ ഗുണമാണത്. സത്യസന്ധത ഇല്ലാത്തവൻ ആ മുസ്ലിം ആവൂല. അവൻ്റെ ഇസ്ലാം കളവാണെങ്കിൽ, സത്യസന്ധമല്ല, അവനാരായി? മുനാഫിഖാണ്. ഈമാനും ഇസ്ലാമും സത്യസന്ധമായി നമ്മുടെ കൽബിലില്ലെങ്കിൽ, നമ്മൾ പുറമേക്ക് പ്രവർത്തിക്കുന്ന, പ്രകടിപ്പിക്കുന്ന ഇസ്ലാമും ഈമാനും നമ്മുടെ ഉള്ളിൽ സത്യസന്ധമായിട്ടില്ലെങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ മുനാഫിഖാണ്. സത്യസന്ധത എന്നത് ഉലമാക്കൾ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ശരിയാകാനുള്ള ഷർത്തായി എണ്ണിയതാണ്. സിദ്ഖ്, സത്യസന്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം എന്നുള്ളത്. പുറമേക്ക് നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഉള്ളിൽ അതുപോലെ ഉണ്ടാകണമെന്നത്. വ അലാഹ ഖദ്റൻ, ഒരു മുസ്ലിമിന് അവൻ്റെ സ്ഥാനവും പദവിയും ഉയർത്തുന്ന മഹത്തായ ഗുണമാണത്. വമിൻ അഅ്ളമിൽ അസ്ബാബി ലിൽ ഫൗസി വൻ നജാതി ഫിദ്ദാറൈൻ, ഇരു ലോകത്തും ദുനിയാവിലും ആഖിറത്തിലും വിജയവും രക്ഷയും നേടിത്തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് സത്യസന്ധത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം പണ്ഡിതന്മാർ പറയുന്നു. അള്ളാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വകൂനു മഅ സ്വാദിഖീൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ ചെയ്യണം, നിങ്ങൾ സത്യസന്ധന്മാരോടൊപ്പമാകണം, നിങ്ങൾ സിദ്ഖുള്ളവരാകണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അന്നകൂന സ്വാദിഖീന മുഹബ്ബീന ലിസിദ്ഖ്,
നമ്മോട് സ്വാദിഖ്യങ്ങളിൽ ഉൾപ്പെടാനും സിദ്ഖ് ഇഷ്ടപ്പെടുന്നവരാകാനും ഈ ഹദീസിൽ പ്രേരിപ്പിക്കുന്നു. വയുഖ്ബിറു ബിഅജ്രി സ്വാദിഖീന വമൻസിലതിഹിം, സത്യസന്ധതയുള്ള ആളുകളുടെ കൂലി എന്താണ്, അവർക്കുള്ള പ്രതിഫലം എന്താണ്, അവരുടെ സ്ഥാനം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് പണ്ഡിതന്മാരിൽ ചിലർ പറയുകയാണ്, അന്ന സിദ്ഖ യൂസിലു ഇലൽ ഖൈറാത്ത്. ഇവിടെ നമ്മൾ ഹദീസിൽ വായിച്ചു, സത്യസന്ധത എന്നത് യഹ്ദി ഇലൽ ബിർ, ഗുണങ്ങളിലേക്ക് നന്മകളിലേക്ക് നയിക്കും. ഇവിടെ അൽ ബിർ എന്ന് പറഞ്ഞതിന് ഉലമാക്കൾ പറയുന്നു, അൽ ബിർറു ഇസ്മുൻ ജാമിഉൻ ലിൽ ഖൈരി കുല്ലി, എല്ലാ നന്മകൾക്കും സമഗ്രമായി പറയുന്ന ഒരു സംശയമാണ് എന്ത് ബിർ എന്ന് പറഞ്ഞാൽ. അൽ ബിർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളൊക്കെ അതിൽ ഉൾപ്പെട്ടു. ഒരു നന്മയും അവിടെ ഒഴിവായി പോകുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യന് സിദ്ഖ് ഉണ്ടെങ്കിൽ, സത്യസന്ധതയുണ്ടെങ്കിൽ എല്ലാ നന്മയിലേക്കും അവനത് വഴിയാണ്. എല്ലാ നന്മയും അവന് സ്വായത്തമാക്കാൻ സാധിക്കും സത്യസന്ധത എന്ന ഗുണം അവനിലുണ്ടെങ്കിൽ. വസിദുക്കു, ഇനി സത്യസന്ധത എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നമ്മൾ പാലിക്കണം? വസിദുക്കു യുത്ലഖു അലാ സിദ്ഖിൽ ലിസാൻ, നമ്മുടെ സംസാരത്തിൽ, നാവിൽ നമ്മൾ സത്യസന്ധത പാലിക്കണം. വസിദുക്കു ഫിന്നിയ്യ, നമ്മുടെ നീയത്തിൽ, നമ്മുടെ ഉദ്ദേശശുദ്ധികളിൽ സിദ്ഖുണ്ടാകണം. അതാണ് ഇഖ്ലാസ്. നീയത്തിൽ സിദ്ഖുണ്ടാവാന്ന് പറഞ്ഞാൽ അതിനാണെന്ന് പറയാം നമ്മൾ ഇഖ്ലാസ് എന്ന് പറയാം, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, അവൻ്റെ കൂലി പ്രതീക്ഷിച്ചു മാത്രം. വസിദുഖു ഫിൽ അസ്മി അലാ ഖൈരിൻ നവാ, ഇനി നല്ല നീയത്തോടുകൂടി നമ്മൾ ഇഖ്ലാസോടുകൂടി അമൽ ചെയ്തു, നമ്മൾ ഉദ്ദേശിച്ച കാര്യം അത് തീരുമാനമാക്കാൻ, അത് നടപ്പിലാക്കാൻ, ഉറച്ച തീരുമാനത്തിലേക്ക് എത്താൻ സിദ്ഖ് വേണം. നല്ല നീയത്തുണ്ടായാൽ മാത്രം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് ഞാൻ നടപ്പിലാക്കും, അസ്സലാമത്തുള്ള, അത് ഞാൻ പ്രാവർത്തികമാക്കും എന്ന വിഷയത്തിൽ നമുക്ക് സ്ട്രോങ് ഡിറ്റർമിനേഷൻ എന്ന് പറയില്ലേ, ഉറച്ച നിലപാട്, ദൃഢനിശ്ചയം, അതുണ്ടെങ്കിലേ, അവിടെ സിദ്ഖ് ഉണ്ടെങ്കിലേ നമുക്ക് അമലാക്കാൻ പറ്റുള്ളൂ. അപ്പം നീയത്തിൽ ഇഖ്ലാസ് ഉണ്ടാകണം, സിദ്ഖ് ഉണ്ടാകണം. അതോടൊപ്പം അത് നടപ്പിലാക്കാൻ ഉറച്ച തീരുമാനമെടുക്കാൻ സിദ്ഖ് ഉണ്ടാകണം, സത്യസന്ധതയുണ്ടാകണം. വസിദ്ഖ് ഫിൽ അഅമാൽ, ഇനി അത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ അമലുകളിലും ആ സത്യസന്ധത പ്രകടമാകണം. ഇങ്ങനെ 4 രൂപത്തിൽ നമുക്ക് സിദ്ഖ് ഉണ്ടാകണം. നമ്മുടെ നാവിൽ, നമ്മുടെ നീയത്തിൽ, ആ നീയത്ത് നടപ്പാക്കുമെന്ന ഉറച്ച തീരുമാനത്തിൽ, ആ തീരുമാനം നടപ്പിലാക്കി അമലാക്കുമ്പോൾ ആ പ്രവർത്തനത്തിൽ ഉടനീളം നമുക്ക് സിദ്ഖ് ഉണ്ടാകണം. വഅഖല്ലുഹു ഇസ്തിവാഉ സരീറതിഹി വഅലാനിയതി, എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നു, ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ സത്യസന്ധത പാലിക്കണമെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: ഇസ്തിവാഉ സരീറതിഹി വഅലാനിയതി, അവൻ്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ ആയിരിക്കണം. എന്താണ് സത്യസന്ധതയുടെ ആകത്തുക? നമ്മൾ ആൾക്കൂട്ടത്തിലാണെങ്കിലും, മസ്ജിദിനകത്താണെങ്കിലും, നമ്മൾ തനിച്ചാണെങ്കിലും, ജോലി സ്ഥാപനത്തിലാണെങ്കിലും, കുടുംബത്തിനോടൊപ്പമാണെങ്കിലും, ഏതവസരത്തിലാണെങ്കിലും നമ്മുടെ രഹസ്യവും പരസ്യവും ഒരുപോലെ ആയിരിക്കണം. ഇതാണ് സത്യസന്ധതയുടെ ആകത്തുക. അത് നമ്മുടെ വാക്കിലാകട്ടെ, തീരുമാനങ്ങളിലാകട്ടെ, ഉദ്ദേശങ്ങളിലാകട്ടെ, പ്രവർത്തനങ്ങളിലാകട്ടെ, നിലപാടുകളിലാകട്ടെ, സമീപനങ്ങളിലാകട്ടെ, അഭിപ്രായ പ്രകടനത്തിലാകട്ടെ, നമ്മൾ പുറമേക്ക് പ്രകടിപ്പിക്കുന്നതാണോ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളും പുറവും, അകവും പുറവും ഒരുപോലെയാകണം എന്നതാണ് സത്യസന്ധതയുടെ ആകത്തുക. വസിദ്ഖു ഫിൽ മഖാമാത്ത്, അതുപോലെ തന്നെ സിദ്ഖ് പ്രകടമാകേണ്ടുന്ന മറ്റൊരു രംഗമുണ്ട്. നമ്മുടെ അന്തരംഗങ്ങളിൽ സിദ്ഖ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഖസിദ്ഖു ഫിൽ ഖൗഫ്, പേടി, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി. ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നവനാണ് എന്ന് നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ്. പുറമേക്ക് ആളുകളുടെ മുമ്പിൽ അള്ളാഹിനെ പേടിച്ച് കരയുന്നു എന്ന് വരുത്തി തീർക്കാൻ എളുപ്പമാണ്. പക്ഷെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നമുക്ക് സത്യസന്ധമായിട്ടുണ്ടോ? വറജ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള പ്രതീക്ഷ നമുക്ക് സത്യസന്ധമായിട്ടുണ്ടോ? വത്തവക്കുൽ, കാര്യങ്ങളെല്ലാം അവനിൽ ഭരമേൽപ്പിക്കുന്ന അവസ്ഥ സത്യസന്ധമായി നമുക്കുണ്ടോ? വൽ ഇനാബ, എന്തിനും ഏതിനും അവനിലേക്ക് മാത്രമാണ് മടക്കം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഈ ചിന്ത നമുക്ക് സത്യസന്ധമായിട്ടുണ്ടോ? ഇങ്ങനെ ഈ രംഗങ്ങളിലെല്ലാം ഈ പറഞ്ഞ സിദ്ഖ്, സത്യസന്ധത ഉണ്ടെങ്കിൽ ഫമനിത്തസഫ ബിദാലിക കാന സിദ്ദീഖൻ, ഇങ്ങനെയുള്ളവരാണ് അല്ലാഹു സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തുക. ഇവരെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വ ഇന്നർ റജുല ലയസ്ദുഖു ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖൻ ഔ ബിബഅദിഹാ കാന സാദിഖൻ.
അപ്പം ഈ പറഞ്ഞ നമ്മൾ ഈ വിശദീകരിച്ച സത്യസന്ധത പാലിക്കേണ്ടുന്ന വ്യത്യസ്ത രംഗങ്ങൾ നമ്മൾ പറഞ്ഞു. നാവിൽ, സംസാരത്തിൽ, ഉദ്ദേശങ്ങളിൽ, തീരുമാനങ്ങളിൽ, അമലുകളിൽ, നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, അള്ളാഹിനെ കുറിച്ചുള്ള പേടി, പ്രതീക്ഷ, തവക്കുൽ, ഇനാബത്ത്, ഇതെല്ലാം സത്യസന്ധമാണെങ്കിൽ അവനാണ് സിദ്ദീഖ്. ഇനി ഈ പറഞ്ഞതിൽ ചിലതിൽ നമ്മൾ വീഴ്ച വരുത്തി, അവനെ വേണമെങ്കിൽ സ്വാദിഖ് എന്ന് പറയാം. സ്വാദിഖിനേക്കാൾ മുകളിലാണ് സിദ്ദീഖ്. സിദ്ദീഖ് എന്നുള്ളത് സീഗത്തു തഫ്ളീലാണ്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സ്വാദിഖിനേക്കാൾ മുകളിലാണ്. ഈ രംഗങ്ങളിൽ എവിടെയെങ്കിലും ചിലപ്പോൾ നമുക്ക് വീഴ്ച പറ്റി, ചിലതൊക്കെ നമ്മൾ പരമാവധി പ്രാവർത്തികമാക്കിയെങ്കിൽ, വാക്കിലും പ്രവൃത്തിയിലും നീയത്തിലും നമ്മൾ സിദ്ഖ് മുറുകെ പിടിച്ചുവെങ്കിൽ നമ്മൾ സ്വാദിഖായി മാറും. വഅഖ്ബറ അന്നൽ ബിർറ യൂസിലു ഇലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ സത്യസന്ധത നമ്മെ നന്മയിലേക്ക് നയിച്ചാൽ അത് അവസാനം നമ്മെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ കാര്യം കൂടിയാണ്. അല്ലാഹു സൂറത്തുൽ ഇൻഫിതാർ ഇന്നൽ അബ്റാറ ലഫീ നഈം. അബ്റാർ എന്ന് പറഞ്ഞാൽ ബിർറ് ചെയ്യുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? സിദ്ഖ് ബിർറിലേക്ക് നയിക്കും. ബിർറ് എന്ന് പറഞ്ഞാൽ എല്ലാ ഖൈറും. ബിർറ് സ്വർഗത്തിലേക്ക് നയിക്കും. അള്ളാഹു പറഞ്ഞു അതിനെ മൊത്തത്തിൽ ഇന്നൽ അബ്റാറ, ബിർറിന്റെ ആളുകൾ, സുഹൃതവാന്മാർ, ലഫീ നഈം, അവർ നിത്യനിതാന്തമായ സുഖസൗകര്യങ്ങളിലും ആസ്വാദനങ്ങളിലുമാണ്, സ്വർഗത്തിലാണ്. അപ്പോ ബിർറ്, ആ ബിർറിന്റെ വക്താക്കൾ അവർ സ്വർഗത്തിലേക്ക് എത്തും. അവർ സ്വർഗത്തിലായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. വഅന്ന الرجل لا يصدق في السر والعلانية ويقصده ويجتنب نقيضه الذي هو الكذب فيكون الصدق غالب حاله حتى يبلغ في الصدق غايته ونهايته فيدخل في زمرة الصادقين ويستحق ثوابهم. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരാൾ രഹസ്യത്തിലും പരസ്യത്തിലും സത്യം മുറുകെ പിടിച്ചു, അതിനെതിരായ കളവ് അവൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി, അവൻ്റെ അധിക സമയവും അവൻ സത്യസന്ധനായി ജീവിച്ചു, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേടാൻ പറഞ്ഞ സത്യസന്ധത അവൻ കൈമുതലാക്കി. അവൻ നാളെ സ്വർഗത്തിൽ ഉന്നതരായവരുടെ കൂട്ടത്തിൽ സ്ഥാനം പിടിക്കുന്നവരാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കളവിനെക്കുറിച്ചുള്ള ഗൗരവം പണ്ഡിതന്മാർ പറയുന്നു, ഫയുഖ്ബിറു ബിഅന്നൽ കദിബ യൂസിലു ഇലൽ ഫുജൂർ. കളവ് എന്നത് സകല വഴികേടിലേക്കും ആളുകളെ നയിക്കും. ഹുവ ളിദ്ദുൽ ബിർ. ഫുജൂർ എന്ന് പറഞ്ഞാൽ ബിറിൻ്റെ എതിരാണ്, നന്മയുടെ എതിരാണ് തിന്മ. സകല തിന്മകളിലേക്ക് നോക്കൂ. നിങ്ങൾ ഏതൊരു തിന്മയിലേക്ക് ആളുകൾ നയിക്കപ്പെടുന്നുണ്ടോ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? സിദ്ഖില്ലായ്മയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നഷ്ടപ്പെടുന്നു. എന്താ കാരണം? അള്ളാഹിനെ കുറിച്ചുള്ള പേടിയിൽ സിദ്ഖില്ല, സത്യസന്ധതയില്ല. അള്ളാഹുൽ പ്രതീക്ഷ അസ്തമിച്ച് ഒരു തുണ്ട് കയറിൽ ജീവൻ എടുക്കുന്നു. എന്താ കാര്യം? അള്ളാഹുവിൻ്റെ പ്രതീക്ഷയിൽ സത്യസന്ധതയില്ല. നാവ് കൊണ്ട് മുസ്ലിമാണെന്ന് പറഞ്ഞ് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. അവൻ്റെ ഈമാനിൽ, ഇസ്ലാമിൽ സത്യസന്ധതയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഹറാമായ കാര്യങ്ങളിൽ, തിന്മകളിൽ അവൻ മുഴുകുന്നു. എന്താ കാര്യം? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ കാണുന്നു, കേൾക്കുന്നു, നിരീക്ഷിക്കുന്നു എന്നത് അവൻ സത്യസന്ധമായി ഉൾക്കൊണ്ടിട്ടില്ല. മുൻഗാമികൾ ചിലർ പറഞ്ഞു, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയുന്നവൻ, മൻ അറഫ ബില്ലാഹി ഹഖ്ഖ മഅരിഫതി, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ സത്യസന്ധമായി അറിയുന്നവൻ അവനാണ് അഖ്ശാ ലില്ലാഹ് വ അത്ഖാ ലില്ലാഹ്, അള്ളാഹുവിനെ ഏറ്റവും അധികം ഭയപ്പെടുന്നവൻ. അവനായിരിക്കും അള്ളാഹുവിനെ ഏറ്റവും അധികം തഖ്വ ചെയ്യുന്നവൻ. അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ സത്യസന്ധമായി അറിഞ്ഞാൽ. അപ്പോൾ സിദ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും അഖീദയുടെയും അടിസ്ഥാനമാണ്. ഒരാൾ സത്യസന്ധത അവൻ കൈവിട്ടാൽ സകല ബാത്തിലിലേക്കും സകല മോശത്തരങ്ങളിലേക്കും അവൻ നയിക്കപ്പെടും. വഹുവൽ മൈലു അനിൽ ഇസ്തിഖാമ അൽ ഇൻബിആസ് ഫിൽ മആസി വഅന്നൽ ഫുജൂറ യൂസിലു ഇലന്നാർ. അങ്ങനെ തിന്മകൾ അവനെ നരകത്തിലേക്ക് എത്തിക്കും. വഅന്ന റജുൽ യക്ദിബു യതഖറർ ദാലിക മിൻഹു ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കളവിൻ്റെ ആളുകളെ അവൻ കളവിൽ തുടരുവോളം അവനെ കള്ളൻ കദ്ദാബ് എന്ന് രേഖപ്പെടുത്തും.
അങ്ങനെ അവൻ കളവിൻ്റെ വക്താവായി മരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഫതഅമ്മൽ കൈഫ യുഅദ്ദിൽ കദിബു ഇലൽ ഖിദ്ലാൻ വഅയ്യു ഖിദ്ലാനിൻ അശ്നഉ മിൻ അൻ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ അൻ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ. അള്ളാഹു ഒരാളെ കള്ളൻ എന്ന് രേഖപ്പെടുത്തുന്നതിനേക്കാൾ നിന്ദ്യമായ അവസ്ഥ മറ്റെന്താണുള്ളത്? തൗഫീഖ് നഷ്ടപ്പെട്ട മറ്റൊരു സാഹചര്യം എന്താ? അള്ളാഹ് ഒരാളെ കള്ളൻ എന്ന് രേഖപ്പെടുത്താം, കദ്ദാബ്. ഇതിനേക്കാൾ ഒരാൾക്ക് തൗഫീഖ് നഷ്ടപ്പെടാവുന്ന സാഹചര്യം മറ്റേതാണുള്ളത്? ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ തിളക്കം, അവന്റെ വ്യക്തിത്വം, അത് നഷ്ടപ്പെടുന്ന മഹാദുരന്തമാണ് കളവ്. മുൻഗാമികളിൽ ചിലർ പാടിയതുപോലെ വമാ ഷൈഉൻ ഇദാ ഫക്കർതു ഫീഹി ബിഅദ്ഹബ ലിൽ മുറൂഅതി വൽ ജമാലി. ഒരാളുടെ സത്യസന്ധത കൈമോശം വരിക എന്നുള്ളത് അവൻ്റെ വ്യക്തിത്വവും അവൻ്റെ സൗന്ദര്യവും നഷ്ടപ്പെടുന്ന അതിനേക്കാൾ നീചമായ മറ്റൊരു സംഗതി എനിക്ക് ഓർത്തിട്ട് കിട്ടിയില്ല. ഒരാളുടെ സൗന്ദര്യം, ഒരാളുടെ ഭംഗി, ഒരാളുടെ വ്യക്തിത്വം, ഒരാളുടെ പൗരുഷം, ഒരു സ്ത്രീയാണെങ്കിൽ അവളുടെ സ്ത്രീത്വം, ഇത് നഷ്ടപ്പെടുന്ന ഏറ്റവും മോശമായ കാര്യം കളവല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. മിനൽ കദിബിൽ ലദീ ലാ ഖൈറ ഫീഹി വഅബ്അദ ബിൽ ബഹാഇ മിനർ റിജാലി. പുരുഷന്റെ ചുറുചുറുക്കും ആരോഗ്യവും ഊർജ്ജസ്വലതയും ആകാരസൗഷ്ഠവവും ഇതെല്ലാം നഷ്ടപ്പെടുന്ന കളവിനേക്കാൾ മോശമായ മറ്റൊരു കാര്യവുമില്ല. ഒരു ഖൈറുമില്ലാത്ത കളവിനേക്കാൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു കാര്യവുമില്ല എന്നെനിക്ക് മനസ്സിലായി എന്ന് മുൻഗാമികൾ ചിലർ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, അൽ-ഇമാം അൽ-ആജുറി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ് അഖ്ലാഖു ഹമലത്തുൽ ഖുർആൻ. ആ ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ കലാം, പരിശുദ്ധ ഖുർആൻ, അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ സ്വഭാവ ഗുണങ്ങൾ അദ്ദേഹം എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത മുറുകെ പിടിക്കുന്നതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ച ചില വാചകങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത കൈമോശം വരുന്ന പ്രധാനപ്പെട്ട രംഗം, സത്യസന്ധത നമുക്ക് നഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട സാഹചര്യം നമ്മുടെ നാവാണ്. അതിനുള്ള കാരണം അല്ലേ? നാവിലൂടെയാണ് നമുക്ക് സത്യസന്ധത കൈമോശം വരിക. അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ കലാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഹാഫിളൻ ലിസാനിഹി, അവരവരെ നാവിനെ സൂക്ഷിക്കും. മുമയ്യിസൻ ലി കലാമിഹി, സംസാരം ശ്രദ്ധിച്ച് ഹൈറാണോ ഷെറാണോ എന്ന് ചിന്തിച്ച് വേർതിരിച്ച് സംസാരിക്കും. ഹൈറാണെങ്കിൽ മാത്രം സംസാരിക്കും, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഇൻ തകല്ലമ തകല്ലമ ബിഇൽമിൻ, സംസാരിക്കുകയാണെങ്കിൽ ഇൽമു കൊണ്ട് സംസാരിക്കും, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. അറിവില്ലാത്തൊരു കാര്യവും അവർ സംസാരിക്കുകയില്ല. എന്തെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ കൃത്യമായ അറിവോടെ തെളിവോടെ സംസാരിക്കും. ഇത് അൽ കലാമ സവാബൻ, ഒരു സാഹചര്യത്തിൽ ഒരവസരത്തിൽ സംസാരിക്കലാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ, എല്ലാ സാഹചര്യത്തിലും എല്ലായിടത്തും പോയി നമ്മൾ സംസാരിക്കേണ്ടല്ലോ, ചിലയിടത്തും ഉണ്ടായിരിക്കേണ്ടി വരും. സംസാരിക്കണം എന്നതാണ് അവിടെ ശരിയായ നിലപാടെങ്കിൽ സംസാരിക്കും അവൻ. പക്ഷെ എങ്ങനെ സംസാരിക്കുക? തകല്ലമ ബിഇൽമിൻ, ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. വഇദാ സകത സകത ബിഇൽമിൻ, ഇനി എന്തെങ്കിലും ചോദിച്ചു മൗനം അവലംബിച്ചു, അഭിപ്രായം ചോദിച്ചു, മിണ്ടാതിരുന്നു. മിണ്ടാതിരിക്കണമെങ്കിലും ഇൽമോടുകൂടി മിണ്ടാതിരിക്കണം. അവിടെ മിണ്ടാതിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മിണ്ടാതിരിക്കലാണ് നല്ലത് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടാൽ അവിടെ മിണ്ടാതിരിക്കണം. എല്ലായിടത്തും മിണ്ടാതിരിക്കാനും പാടില്ല. ഇദാ കാന സുകൂതു സവാബൻ, അവിടെ മൗനമാണ് ശരിയെങ്കിൽ, മിണ്ടാതിരിക്കലാണ് അവിടെ ശരിയെങ്കിൽ, ആ മിണ്ടാതിരിക്കലും അവൻ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അത്ര പോലും കളവ് പാടില്ല എന്നാണ്. നമ്മുടെ മൗനത്തിലോ നമ്മുടെ സംസാരത്തിലോ ലവലേശം കളവ് പാടില്ല എന്നാണ്. ഖലീലൽ ഖൗലി ഫീമാ ലാ യഅനി, തനിക്ക് ആവശ്യമില്ലാത്തതിലൊന്നും അവൻ പോയി തലയിടില്ല. നമ്മൾ നേരത്തെ സിദ്ഖിനെ പറ്റി പറഞ്ഞു. ഈ സിദ്ഖ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടത് എന്നാണ് ഷെയ്ഖ് പറയുന്നത്. മിണ്ടുകയാണെങ്കിൽ, സംസാരിക്കുകയാണെങ്കിൽ അറിവോടുകൂടി സംസാരിക്കുക. അവിടെ സംസാരം ഹൈറാണെങ്കിൽ, ശരിയാണെങ്കിൽ. മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവിടെയും ഇൽമോടുകൂടി മിണ്ടാതിരിക്കുക. മിണ്ടാതിരിക്കലാണ് അവിടെ ശരിയെങ്കിൽ. രണ്ട് രംഗത്തും കളവ് വരൂല. ഇനി
അനാവശ്യമായ തനിക്കാവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും ഒരിടത്തും ഒരു സാഹചര്യത്തിലും പോയി അവൻ തലയിടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യന്റെ നല്ല ഇസ്ലാമിൻ്റെ അടയാളമാണ്, ഇസ്ലാം അവൻ നന്നായി പ്രകടമാകുന്നു, സ്വാധീനിക്കപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ് ആവശ്യമില്ലാത്തിടത്ത് അവൻ പോയി തലയിടൂലാന്ന്. യഖാഫു മിൻ ലിസാനിഹി അശദ്ദ മിമ്മാ യഖാഫു മിൻ അദുവിഹി. എന്നിട്ട് അദ്ദേഹം പറയാണ്, തൻ്റെ നാവിനെ അവൻ പേടിക്കും. എങ്ങനെ പേടിക്കും? അശദ്ദ മിമ്മാ യഖാഫു മിൻ അദുവിഹി. തൻ്റെ ശത്രുവിനെ പേടിക്കുന്നതിനേക്കാൾ കഠിനമായി തൻ്റെ നാവിനെ അവൻ പേടിക്കും. യഹ്ബിസു ലിസാനഹു കഹബ്സിഹി ലിഅദുവിഹി. തൻ്റെ നാവിനെ അവൻ തടഞ്ഞു വെക്കും, തൻ്റെ നാവിനെ അവൻ തടവിലാക്കും, തൻ്റെ ശത്രുവിനെ തടവിലാക്കുന്നത് പോലെ. ലിയഅ്മന മിൻ ശർരിഹി വശർരി ആഖിബതിഹി. എന്തിനു വേണ്ടിയാണത്? ആ നാവിൻ്റെ ഷെറിനെ പേടിച്ചുകൊണ്ട്, ആ നാവ് കൊണ്ട് നാവ് ചലിപ്പിച്ചുണ്ടാകുന്ന മോശമായ പര്യവസാനം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാവിനെ അവൻ ജയിലിലടക്കും, ശത്രുവിനെ ജയിലിലടക്കുന്നത് പോലെ. ഖലീല ദഹിക്കി, അവൻ കുറച്ചേ ചിരിക്കൂ. ഫീമാ യദ്ഹഖു മിൻഹുന്നാസ്, ജനങ്ങൾ ധാരാളമായി ചിരിക്കുന്നുണ്ടാകും, ജനങ്ങളെ ചിരിപ്പിക്കുന്ന ധാരാളം സാഹചര്യങ്ങളുണ്ടാകും, പക്ഷെ അവൻ കുറച്ചേ ചിരിക്കൂ. ഈ പറഞ്ഞതിനർത്ഥം ചിരിക്കാൻ തീരെ പാടില്ല എന്നല്ല. ലിസൂഇ ആഖിബത്തി ദഹിക്. എന്തുകൊണ്ടാണ് അവൻ ചിരി കുറക്കുന്നത്? അമിതമായി ചിരിച്ചാൽ അതവൻ്റെ കൽബിനെ മരിപ്പിക്കും. തുമീത്തുൽ ഖൽബ്, ഹൃദയം കട്ടിയാകും. ചിരിയുടെ മോശമായ പര്യവസാനം അതാലോചിച്ചുകൊണ്ടാണ് അവൻ ചിരി കുറക്കുന്നത്. പക്ഷെ അവന് ചിരിക്കാം. ഇൻസുറ ബിശൈഇൻ, എന്തെങ്കിലും സന്തോഷമുണ്ടാകുന്ന കാര്യമുണ്ടായാൽ അവന് ചിരിക്കാം. പക്ഷെ എന്തു വേണം? യുവാഫിഖുൽ ഹഖ്, അവനെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഹക്കായിരിക്കണം, ഹക്കായിരിക്കണം. ഹക്കായ കാര്യം അത് കേട്ടു, അതുകൊണ്ട് സന്തോഷം അവന് ചിരിക്കാം. തബസ്സം, എങ്ങനെ ചിരിക്കേണ്ടത്? അട്ടഹസിച്ച്, പൊട്ടിച്ചിരിച്ച്, അലമുറയിട്ട്, നാട്ടുകാരെയും അയൽവാസികളൊക്കെ കേൾപ്പിച്ച് ഒച്ചംവിളിയും കൈകൊട്ടിപ്പാട്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയാണോ ചിരിക്കേണ്ടത്? തന്നെ പടക്കം പൊട്ടിച്ച് അല്ല. തബസ്സം, പുഞ്ചിരിക്കുക. ഈ പുഞ്ചിരി എന്നുള്ളത് എപ്പോഴും ആവാന്നാണ് അല്ലെ? പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി തൻ്റെ സഹോദരനെ അഭിമുഖീകരിക്കുന്ന സ്വതക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ പുഞ്ചിരി എപ്പോഴും ആവാം. പക്ഷെ പൊട്ടിച്ചിരി, അട്ടഹാസം, പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചില കുട്ടികളുണ്ട് ചിരിക്കാൻ എന്തെങ്കിലും അവസരം ഉണ്ടോ എന്ന് നോക്കിയെടുക്കും അല്ലേ? ക്ലാസ്സിലാണെങ്കിലും മസ്ജിദിലാണെങ്കിലും ഉസ്താദ് പഠിപ്പിക്കുകയാണെങ്കിലും വളരെ ഗൗരവമുള്ള കാര്യം പറയുകയാണെങ്കിലും നമ്മൾ വളരെ ഇമോഷണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, ദീനിയായ കാര്യങ്ങൾ, പരലോകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, അള്ളാഹ്, അപ്പോഴുണ്ടാവും ഇങ്ങനെ ചിരിക്കാൻ എന്തെങ്കിലും പഴുതുണ്ടോ നോക്കി ഇന്ന് ചിരിക്കുക. അത് നമുക്ക് യോജിച്ചതല്ല. പ്രത്യേകിച്ച് ദീൻ പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന കുട്ടികൾ. സത്യമാണോ ആ സത്യം നമ്മെ സന്തോഷിപ്പിക്കുന്നു, നമുക്ക് പുഞ്ചിരിക്കാം. തബസ്സം. യക്റഹുൽ മിസാഹ ഖൗഫൻ മിനൽ ലഅബ്. തമാശയെ അവൻ വെറുക്കും. ഇതിലൊക്കെ കളവ് വന്നു ചേരും, അതുകൊണ്ടാണ് ഈ പറയുന്നത്. തമാശയെ അവൻ വെറുക്കും. ഖൗഫൻ മിനൽ ലഅബ്, കാരണം തമാശയിൽ അധികവും കളിയായിരിക്കും, അനാവശ്യമായിരിക്കും. അത് അനാവശ്യവും കളിയും വിനോദവുമായി തീരുമെന്നതിനാൽ അതിനെ പേടിച്ചുകൊണ്ട് തമാശ അവൻ കുറക്കും. ഇനി അവൻ തമാശ പറയും. മുസ്ലിം തമാശ പറയാൻ പാടില്ല എന്നല്ല. ഫഇൻ മസഹ, അവൻ തമാശ പറയും. തമാശ പറയുകയാണെങ്കിൽ ഖാല ഹഖൻ, സത്യം മാത്രമേ അവൻ പറയുള്ളൂ. തമാശ പോലെ സത്യമായിരിക്കും. ബാസിതൽ വജ്ഹ്, മുഖപ്രസന്നനായിരിക്കും. ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടാൻ കൊണ്ടുപോകുന്ന പോത്തിനെ പോലെ ആളുകളെ നോക്കി അഭിമുഖീകരിച്ച് തല താഴ്ത്തി മുഖം തിരിച്ച് പോകണമെന്നല്ല. ബാസിതൽ വജ്ഹ്, മുഖം ചൊളിക്കാൻ പാടില്ല, മുഖത്ത് വെറുപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല. പുഞ്ചിരിക്കുക, സലാം പറയുക, പ്രസന്നവദനാകുക. ത്വയ്യിബൽ കലാം, നല്ല സംസാരം കാഴ്ചവെക്കുക. ഇതും അതോടൊപ്പം ശ്രദ്ധിക്കണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തുമായി തമാശ പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലെ, നിങ്ങൾ ഞങ്ങളുമായി കളിക്കുകയാണല്ലേ, തമാശ പറയുകയാണല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലാ അഖൂലു ഇല്ലാ ഹഖൻ, ഞാൻ നിങ്ങളോട് തമാശ പറയുന്നുവെങ്കിൽ ഹക്കല്ലാതെ ഒന്നും പറയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു അജൂസായ, വയസ്സായ, വൃദ്ധയായ, വന്യയായ ഒരു സ്ത്രീ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തമാശ സ്ത്രീയോട് പറഞ്ഞു, സ്വർഗത്തിൽ വൃദ്ധരായ ആളുകൾ പ്രവേശിക്കുകയില്ല. ആ സ്ത്രീ കരയാൻ തുടങ്ങി.
പ്രയാസം കൊണ്ട് കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവായ ആയത്ത് ഓതി കൊടുത്തു. സൂറത്തുൽ വാഖിഅ, ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ ഉർബൻ അത്റാബ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകൾ അവരുടെ സൃഷ്ടിപ്പിനെ അള്ളാഹു മാറ്റും. ദുനിയാവിൽ മരിച്ച കോലത്തിലും രൂപത്തിലും ആയിരിക്കില്ല അവർ സ്വർഗത്തിൽ. അവരുടെ സൃഷ്ടിപ്പിന്റെ കോലം അള്ളാഹു മാറ്റും. ഫജഅൽനാഹുന്ന അബ്കാറ ഉർബൻ അത്റാബ. സൗന്ദര്യഭാജനങ്ങളായ നിത്യ കന്യകകളാക്കി അള്ളാഹു വരെ മാറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോദി കേൾപ്പിച്ചു കൊടുത്തു. സ്വർഗത്തിൽ ഇവിടെ വൃദ്ധരായി മരിച്ച ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ യുവതികളായിരിക്കും, കന്യകകളായിരിക്കും. അവിടെ അവർക്ക് വാർദ്ധക്യം ഉണ്ടാക്കില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. നബി കളവാണോ പറഞ്ഞത്? പക്ഷെ തമാശ. അത് കേട്ടപ്പോൾ ആ സ്ത്രീ ചിരിച്ചു. നോക്കൂ നിങ്ങൾ, നമ്മൾ തമാശ പറയുന്നത് അധികവും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. കാഹളം മുട്ടുന്ന ബഡായികളായിരിക്കും അല്ലേ? നമ്മൾ വെച്ചുകൂട്ടി ആറ്റിക്കുറുക്കി പൊടിപ്പും തൊങ്ങലൊക്കെ ചാർത്തി നമ്മളൊരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി, ഇനിയിപ്പോൾ എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ തന്നെ നമ്മുടെ വക അഡീഷണൽ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒരു സംഭവമായിട്ടൊരു പുതിയ സാധനമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവതരിപ്പിക്കും. പാടില്ല. കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പാടില്ല. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പേര് വിളിക്കുന്നുണ്ടെങ്കിൽ അതിലും കളവാകാൻ പാടില്ല. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പൊട്ട. കുട്ടികൾക്കിടയിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും മോശമായ വാക്കാണത്. അതിനേക്കാൾ മോശമായത് പല കുട്ടികളും വിളിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ കുട്ടികൾ ഒരാളെ നമ്മൾ പൊട്ടൻ എന്ന് വിളിച്ചാൽ അവൻ പൊട്ടനായിരിക്കണം. ഇവിടെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളും മന്ദബുദ്ധികളില്ല, ഇല്ലല്ലോ. നമ്മളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ബുദ്ധിയില്ലാത്തവനില്ല, ഇല്ലല്ലോ. പിന്നെ അവനെ പൊട്ടാന്ന് വിളിക്കുമ്പോൾ പൊട്ടന്മാരെ ചേർത്തുന്ന സ്ഥാപനമാണത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. നമ്മുടെ പ്രയോഗത്തിലും വിളിയിലും വരെ കളവുണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിളിച്ചിട്ടുണ്ട്, പൊട്ടാന്ന് വിളിച്ചിട്ടുണ്ട് എന്നല്ല, ഇങ്ങനെ ചില പേരുകൾ വിളിച്ചിട്ടുണ്ട്. അവിടെ വരെ ഹക്കാണ്, അത്ഭുതമാണത്. ഒരിക്കൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം തമാശ, യാദൽ ഉദ്നൈൻ, യാദൽ ഉദ്നൈൻ, ഓ ഇരട്ട ചെവിയുള്ളവനെ. രണ്ട് ചെവിയില്ലാത്ത ആരാളുള്ളത്? അവിടെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കേ പറയുള്ളൂ, രണ്ട് ചെവിയുള്ള ആളേന്ന്. നോക്കൂ നിങ്ങൾ, അതൊരു തമാശക്കുള്ള വിളിയാണ്, അവിടെ വരെ സത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് സത്യസന്ധത ഇങ്ങനെ നമ്മൾ മുറുകെ പിടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖൻ. സ്വർഗത്തിന്റെ ഉന്നത തലങ്ങളിൽ, സ്വർഗത്തിന്റെ ഓരത്ത്, സ്വർഗത്തിന്റെ ചാരത്ത്, ഇവിടെ റബദിൽ ജന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിനകത്തായിരിക്കില്ല, സ്വർഗത്തിനരികിലായിരിക്കും. എന്നാൽ സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. അങ്ങനെ സ്വർഗത്തിന്റെ ഓരത്ത് ഞാനൊരു ഭവനം, ഞാനൊരു വീട് വാഗ്ദാനം നൽകുന്നു. ആർക്ക്? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖൻ. സത്യത്തിന് വേണ്ടിയാണെങ്കിലും, ഹക്ക് തന്റെ പക്ഷത്താണെങ്കിലും തർക്കം ഒഴിവാക്കിയവന്. ഞാൻ പറയുന്നത് ഹക്കാണ്, എൻ്റെ ഭാഗത്താണ് ഹക്ക്, ന്യായം, അതുകൊണ്ടാണ് ഞാൻ തർക്കിച്ചത് എന്ന് നമ്മൾ ന്യായം പറയാം. അങ്ങനെ സത്യത്തിന് വേണ്ടിയാണെങ്കിലും തർക്കത്തിലേക്ക് നമ്മുടെ സംസാരം പോകുന്നെങ്കിൽ അത് ഒഴിവാക്കിയവന് സ്വർഗത്തിന്റെ ചാരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വീട് ഓഫർ ചെയ്യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്നത്തി ലിമൻ തറക്കൽ കദിബ വ ഇൻ കാന മാസിഹൻ. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിന്റെ നടുക്ക്, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഞാനൊരു ഭവനം വാഗ്ദാനം നൽകുന്നു. ആർക്ക്? തമാശക്ക് വേണ്ടിയാണെങ്കിൽ പോലും കളവ് ഒഴിവാക്കിയവന്. തമാശ പറയുകയാണെങ്കിൽ പോലും, ശ്രദ്ധിക്കണ്ടോ, തമാശ പറയുകയാണെങ്കിൽ പോലും കളവ് പറയില്ല എന്ന് ഉറപ്പിച്ച് തമാശക്ക് പോലും കളവ് പറയാത്തവന് എവിടെ വീട്? സ്വർഗത്തിൽ, സ്വർഗത്തിൻ്റെ നടുക്ക് അള്ളാഹു കൊട്ടാരം പണി നൽകുന്നതാണ്. വേണ്ട, നമുക്ക് തമാശക്ക് പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. സ്വർഗത്തിൻ്റെ നടുക്കാണ് നമുക്ക് വീട് കിട്ടുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. വബിബൈത്തിൻ ഫീ അഅ്ലൽ ജന്നത്തി ലിമൻ ഹസുന ഖുലുഖുഹു ഔ ലിമൻ ഹസ്സന ഖുലുഖഹു. സ്വർഗത്തിൻ്റെ ഉന്നത തലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഭവനം വാഗ്ദാനം ചെയ്യുന്ന ആർക്ക്? തൻ്റെ സ്വഭാവം നന്നാക്കിയവന്, സൽസ്വഭാവിയായ ഒരുത്തന്. ഈ സൽസ്വഭാവം ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ ഗുണങ്ങളാണ് മേലെ പറഞ്ഞത്. തർക്കം ഒഴിവാക്കുക, തമാശക്ക് പോലും കളവ് പറയാതിരിക്കുക, സത്യസന്ധനാവുക. എങ്കിൽ തന്നെ മനുഷ്യൻ
സൽസ്വഭാവിയാകും. അപ്പോൾ ഒരാൾ ഈ 3 ഗുണങ്ങളും നേടിയെടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ ചാരത്തും ഓരത്തും നടുക്കും ഉന്നത സ്ഥലങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വീട് പണിത് നൽകുന്നതാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഇനി നേരെ തിരിച്ച് തമാശക്ക് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുകയാണെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൽ ലില്ലദി യുഹദ്ദിസു ഫയക്സിബു ലിയുദ്ഹിക ബിഹിൽ ഖൗം വൈലുൽ ലഹു വൈലുൽ ലഹു. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞ് തമാശ പറയുന്ന വ്യക്തി, അവനെതിരെ നബി ദുആ ചെയ്യാണ്. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവനെതിരെ വൈലുൽ ലഹു വൈലുൽ ലഹു. ആദ്യം വൈലുൻ എന്ന് ആദ്യം പറഞ്ഞു, എന്നിട്ട് വീണ്ടും ആവർത്തിച്ചു 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന് നാശം, അവന് നരകശിക്ഷ കൊണ്ട് നാശം നാശം നാശം. നബി ഒരാൾക്കെതിരെ നാശത്തിന് നരകശിക്ഷ ഉണ്ടാകാൻ ദുആ ചെയ്താൽ അയാൾ പിന്നെ സ്വർഗത്തിലുണ്ടാവോ? ആ മനുഷ്യൻ പിന്നെ സ്വർഗത്തിലുണ്ടാവോ? ഉണ്ടാവോ? ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി, കയ്യിലെടുക്കാൻ വേണ്ടി തമാശ പറയുന്നവരവസ്ഥയാണത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ആളുകൾ അധിക സമയം ചെലവഴിക്കുന്ന ഈ ജാതി കളവിൻ്റെ തമാശകളുടെ ചിരിപ്പിക്കുന്ന പരിപാടികളുടെ പിന്നാലെ കൂടാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൽ നിന്നെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയണ്ടായി, ഇന്നൽ കദിബ ലാ യസ്ലുഹു ഫീ ജദ്ദിൻ വലാ ഹസ്ലിൻ. കളവ് എന്നത് മനഃപൂർവ്വം പറയാൻ പാടില്ല, തമാശക്കും പറയാൻ പാടില്ല. തമാശക്കും അത് അബദ്ധത്തിൽ പറഞ്ഞാണ്, തമാശക്ക് പറഞ്ഞു പോയതാണ് എന്ന് ന്യായം പറയാൻ പറ്റുമോ കളവ് പറയുന്നതിന്? ഇല്ല. കളവ് തമാശക്കും പറയാൻ പാടില്ല, മനഃപൂർവ്വവും പറയാൻ പാടില്ല. വഅമ്മാ ഇൻ കാന ഫീ ദാലിക മാ ഫീഹി ഉദ്വാനുൻ അലൽ മുസ്ലിമീൻ വളററുൻ ഫിദ്ദീൻ ഫഹുവ അശദ്ദു തഹ്രീമൻ മിൻ ദാലിക്. എന്നാൽ ദീനിനെതിരെയുള്ള കളവാണെങ്കിലോ അള്ളാഹു പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദീനിൻ്റെ പേരിൽ യാതൊരു അറിവുമില്ലാതെ തോന്നിയത് വിളിച്ചു പറയാം, അതിനേക്കാൾ കടുത്ത കളവില്ല. അത് കുഫ്റാണ്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിൽ, ദീനിൻ്റെ പേരിൽ അറിവില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുക, അത് കളവായി തീരുക എന്നുള്ളത് ഏറ്റവും വലിയ ദുൽമാണ്, കുഫ്റാണ്. മുസ്ലിമീങ്ങൾ, അള്ളാഹിനെ പിടിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾക്കെതിരെ ശത്രുത പ്രയോഗിക്കാൻ, അവരെ സൈഡാക്കാൻ, അവരെ അരിക്കാക്കാൻ, അവരെ പുറത്താക്കാൻ, അവർക്ക് പണി കൊടുക്കാൻ, തനിക്ക് എന്തെങ്കിലും വ്യക്തിപരമായ വിദ്വേഷം ഉണ്ടാകുമെങ്കിൽ അവർക്ക് പ്രതികാരം ചെയ്യാൻ ഇങ്ങനെ മുസ്ലിമീങ്ങൾക്കെതിരെ ശത്രുതയും ദീനിൽ ഉപദ്രവം ഉണ്ടാക്കുന്ന കളവ് ഫഹുവ അശദ്ദു തഹ്രീമൻ, അത് ഏറ്റവും കടുത്ത ഹറാമായതാണ് എന്ന് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ഒരു വ്യക്തിയെ പറയുന്ന പോലെ, ഒരു സമൂഹത്തെക്കുറിച്ച് പറയുന്ന പോലെ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് പറയുന്ന പോലെയല്ല. ദീനിൻ്റെ പേരിൽ അറിവില്ലാതെ നമ്മൾ സംസാരിച്ചാൽ അത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിൽ കളവ് പറയുന്നതാണ്. അതുകൊണ്ട് അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. ദീൻ സംസാരിക്കുമ്പോൾ കളവ് വന്നു ചേരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്. മഹാനായ ഇമാം അൽ അജുരി റഹിമഹുല്ലാ അദ്ദേഹം ലാ യഗ്താബു അഹദൻ, അവനൊരാളെയും പരദൂഷണം പറയുകയില്ല. വലാ യഹ്ഖിറു അഹദൻ, അവനൊരാളെയും താഴ്ത്തിക്കെട്ടുകയില്ല, നിസാരനാക്കി പറയുകയില്ല. വലാ യസുബ്ബു അഹദൻ, അവനൊരാളെയും ചീത്ത പറയുകയില്ല. വലാ യസ്മതു ബി മുസീബത്തിൻ, മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ബാധിച്ചാൽ അവന് സന്തോഷം ഉണ്ടാവില്ല, അവന് പ്രയാസമുണ്ടായതുപോലെ വിഷമിക്കും. വലാ യബ്ഗി അലാ അഹദിൻ, ഒരാൾക്കെതിരെയും അവൻ അതിക്രമം പ്രവർത്തിക്കുകയില്ല. ഇതൊക്കെ സിദ്ഖിൻ്റെ അടയാളമാണ്. നമ്മളൊരു യഥാർത്ഥ മുസ്ലിമാണ്, സത്യസന്ധനായ മുസ്ലിമാണ് എന്നതിൻ്റെ അടയാളമാണ് ഈ പറഞ്ഞത്. മുസ്ലിമീങ്ങൾക്കെതിരെ ഗീബത്ത് പറയില്ല, അവരെ തരം താഴ്ത്തി സംസാരിക്കുകയില്ല, അവരെ ചീത്ത പറയുകയില്ല. ഇതൊക്കെ സംഭവിക്കുന്നുവെങ്കിൽ നമ്മുടെ സിദ്ഖിൻ്റെ കുറവാണ്. പ്രയാസം ആർക്കെങ്കിലും മുസീബത്തുണ്ടായാൽ അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്, കൂടപ്പിറപ്പിനെ പോലെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറഞ്ഞു. ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് രോഗം ബാധിച്ചാൽ, ആ രോഗം ബാധിച്ച അവയവം മാത്രമാണോ വേദന സഹിക്കുന്നത്, ഉറക്കമൊഴിക്കുന്നതല്ല. ശരീരത്തിലെ മുഴുവൻ അവയവങ്ങൾ അതിൽ പങ്കാളിയാകും, ഉറക്കമൊഴിച്ചും വേദന സഹിച്ചും. ശരീരത്തിലെ ഒരവയവത്തിന് രോഗം ബാധിച്ചാൽ ശരീരം മുഴുവൻ അതിൽ പങ്കാളിത്തം രേഖപ്പെടുത്തും. ഇതുപോലെയായിരിക്കണം മുസ്ലിമീങ്ങൾ, ഒരൊറ്റ ശരീരത്തെ പോലെ. അവന് പ്രയാസം ബാധിച്ചാൽ അതിൻ്റെ പ്രയാസമായി എനിക്ക് തോന്നണം.
അവൻ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ഞാൻ സന്തോഷിക്കുന്നുവെങ്കിൽ ഞാൻ പിന്നെന്തൊരു മുസ്ലിമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന്റെ ഡെഫിനിഷൻ പഠിപ്പിച്ച ഹദീസിൽ കാണാം, അൽ മുസ്ലിമു, ഒരു യഥാർത്ഥ മുസ്ലിം, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റു മുസ്ലിമീങ്ങൾ ഈ മനുഷ്യന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സേഫാണോ, സുരക്ഷിതനാണോ, അവൻ മറ്റു മുസ്ലിമീങ്ങളെ നാവ് കൊണ്ട് കൈകൊണ്ട് ദ്രോഹിക്കുന്നില്ല. മറ്റു മുസ്ലിമീങ്ങൾ ഇവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതരാണ് എങ്കിൽ അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. കാരണം എന്താ? അവന്റെ ഇസ്ലാമിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ അവനത് സാധിക്കുള്ളൂ. സത്യസന്ധതയുള്ള മുസ്ലിമിനെ ഇത് സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലാ യഹ്സുദുഹു, ഒരാളോടും അവൻ അസൂയ വെക്കുകയില്ല. വലാ യുസീഉ ളന്ന ബിഅഹദിൻ ഇല്ലാ ബിമൻ യസ്തഹിഖു, ഒരാളെയും അനർഹമായി അവൻ തെറ്റിദ്ധരിക്കുകയില്ല. ഒരാളെക്കുറിച്ചും ന്യായമില്ലാതെ അവൻ തെറ്റിദ്ധരിക്കുകയില്ല. യഹ്സുദു ബിഇൽമിൻ, ഇനി അസൂയ വെക്കുന്നുണ്ടെങ്കിൽ ഇൽമു കൊണ്ട് അസൂയ വെക്കും. എന്താണ് ഇൽമു കൊണ്ട് അസൂയ വെക്കുക എന്ന് പറഞ്ഞാൽ? അസൂയാവഹമായി പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ദീൻ. ഉദാഹരണത്തിന് ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് നൽകി, ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം വിനിയോഗിക്കുന്നു. സ്വതക്ക് അദ്ദേഹത്തെ പോലെ എനിക്കും സമ്പത്ത് ലഭിക്കപ്പെടുകയും അദ്ദേഹത്തെ പോലെ എനിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ സാധിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന മോഹം, അതിനെ ഖിബുത്തത്ത് എന്നാണ് പറയാം. ഈ അസൂയ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. നേരെ മറിച്ച് അദ്ദേഹത്തിന് സമ്പത്ത് നൽകിയതുപോലെ എനിക്ക് സമ്പത്ത് നൽകണം, എനിക്ക് അതുപോലെ ചെലവഴിക്കാൻ സാധിക്കണം, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പത്തൊക്കെ നശിച്ചു പോകണം. എനിക്ക് കിട്ടണം, പക്ഷെ അദ്ദേഹത്തിൻ്റെ നശിക്കണം. എനിക്ക് എന്നിട്ട് അയാളെക്കാൾ മുന്നേറണം. ഇതാണെങ്കിലോ ഇത് പ്രോത്സാഹിക്കപ്പെട്ട അസൂയല്ല, ഇത് ആക്ഷേപാർഹമായ അസൂയാണ്. അപ്പൊ യഹ്സുദു ബിഇൽമിൻ, എങ്ങനെ അസൂയ വെക്കണം? എന്തിൽ വെക്കണം? ഇൽമിന്റെ അടിസ്ഥാനത്തിൽ അസൂയ വെക്കണം. ദുനിയാവിൻ്റെ ഒരാൾ, വലിയ പൈസക്കാരൻ, വലിയ കച്ചവടക്കാരൻ, വലിയ പേര് കേട്ട ഭൗതികൻ, അയാളെപ്പോലെ ആകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് മോഹിക്കാൻ പാടുണ്ടോ? ആജാദേ അസൂയ പാടുണ്ടോ? യഹ്സുദു ബിഇൽമിൻ, എവിടെ, എങ്ങനെ, ആരെക്കുറിച്ച്, ഏത് നിലവാരത്തിൽ, എത്ര അളവിൽ അസൂയ വെക്കണം? ആരെപ്പോലെ ആകാൻ മോഹിക്കണം? അറിവ് വേണം. ഇങ്ങനെ അസൂയ പോലും ഇൽമിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. വയദുന്നു ബിഇൽമിൻ, ഊഹം, ഒരാളെ കുറിച്ച് വിചാരിക്കുകയാണ്, അങ്ങനെ ആയിരിക്കും അവൻ പറഞ്ഞത്, ഇങ്ങനെ ആയിരിക്കും, ഊഹിക്കുകയാണ്, ധരിച്ചു വശാവുകയാണ്. ഇൽമിൻ, അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആരെക്കുറിച്ച് എങ്ങനെ എന്ത് വിചാരിക്കണം, എന്ത് വിചാരിച്ചുകൂടാ, ഇൽമിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. വയതകല്ലമു ബിമാ ഫിൽ ഇൻസാനി മിൻ ഐബിൻ ബിഇൽമിൻ, ഇനി ഒരാളെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയുന്ന കുറവ്, ന്യൂനത, അത് അയാളെക്കുറിച്ച് പറയണം. അവിടെ നമുക്ക് കൃത്യമായ അറിവ് വേണം. ഒരാളെക്കുറിച്ച് ഉള്ള കാര്യം പറയുകയാണെങ്കിൽ വരെ അത് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയണം, പറയേണ്ടിടത്ത്. വയസ്കുതു അൻ ഹഖീഖതി മാ ഫീഹി ബിഇൽമിൻ, ഒരാളിലുള്ള യാഥാർത്ഥ്യം നമ്മൾ മറച്ചു വെക്കുകയാണെങ്കിൽ അത് മറച്ചു വെക്കേണ്ട സാഹചര്യമാണ് എന്ന് അറിഞ്ഞ് പഠിച്ച് അവിടെ മിണ്ടാതിരിക്കണം, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഗീബത്ത്, ഇവിടെ നേരത്തെ പറഞ്ഞത് ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെക്കുറിച്ചുള്ള അറിവ്, ഒരാളെക്കുറിച്ചുള്ള കുറവ് പറയാമെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കും, അപ്പോൾ ഗീബത്ത് ഒരു അവസരത്തിലും പാടില്ലല്ലോ. ഒരാളുടെ കുറവ് എവിടെയും ആരുടെ മുമ്പിലും പറയാൻ പാടില്ല. അപ്പോൾ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ പറയാമെന്ന് പറഞ്ഞാൽ ഗീബത്ത് അനുവദനീയമാകുന്ന, അത് ഗീബത്താകാത്ത സാഹചര്യമുണ്ട്. ആളുകളിലുള്ള കുറവുകൾ അത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാവുന്ന ആ അവസരത്തിൽ അത് ഗീബത്താകാത്ത സാഹചര്യങ്ങളുണ്ട്. ഏതുപോലെ? വിവാഹാലോചന. നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറുക്കനെ പറ്റി അവൻ വിവാഹം ആലോചിച്ച് പെൺകുട്ടിയുടെ വീട്ടുകാരെ വന്ന് അന്വേഷിക്കുകയാണ്. നമുക്കറിയാം അവനിലുള്ളൊരു മോശത്തരം. അപ്പോൾ അത് ഗീബത്താവുമല്ലോ എന്ന് പറഞ്ഞിട്ട് മറച്ചു വെച്ചാലോ ഒരു കുടുംബം കുളം തോണ്ടുന്ന അവസ്ഥ ഉണ്ടാവും. അവിടെ മറച്ചു വെക്കാൻ പാടുന്നുണ്ടോ? അയാളുടെ ഐബ് പറയണം. അതാണ് പറഞ്ഞത്, ഐബ്, ഒരാളെ കുറിച്ച് ഐബ് ബിഇൽമിൻ, അതെവിടെ, എങ്ങനെ, ആരോട് പറയാം, അത് പഠിക്കണം. അതുപോലെ തന്നെ പരസ്യമായി തോന്നിവാസം ചെയ്യുന്ന ആളുകൾ. നമ്മളിങ്ങനെ അങ്ങാടി കൂടെ പോകുമ്പോൾ ഒരു 4 കാലിൽ പാമ്പ് പോലെ എഴുതുന്ന മനുഷ്യജീവി കത്തിയും വീശി അവിടെ ഗുണ്ടായുസം കാണിക്കുകയാണ്. നമ്മൾ തടയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അപ്പോൾ അത് തടയാൻ സാധിക്കുന്ന അധികാരമുള്ള ആളുകളുണ്ട്. ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അയാളോട് പോയി ഇന്നാനില്ല ഫുലാൻ അവിടെ റോട്ടിൽ അഴിഞ്ഞാടുണ്ട്, അയാളുടെ ഐബാണല്ലോ അത്, പറയാൻ പാടില്ല, അയാൾക്കെതിരെ ഗീബത്താവെന്ന് പറയാൻ പാടോ? അപ്പം ഇങ്ങനെയുള്ള, അതാണ് യഹ്സുദു ബിഇൽമിൻ. അതുപോലെ തന്നെ യതകല്ലമു ബിഇൽമിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ സത്യസന്ധത ഏതെല്ലാം രംഗങ്ങളിൽ പാലിക്കണമെന്ന് മുൻഗാമികളായ ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ തൽക്കാലം അൽ-ഇമാമുൽ ആജുരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഇബാറത്ത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇതാണ്
അള്ളാഹുവിൻ്റെ തൗഫീക്ക് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അൽ കദിബ്. 17ാമത്തെ കാര്യം. 18 നമ്മൾ പറഞ്ഞു. 19ാമത്തെ കാര്യം. ഇനി 18ാമത്തെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞാണ് ശരി. 18ാമത്തെ കാര്യം ഞാൻ അവസാനം ഒന്നുകൂടി ആവർത്തിക്കും. കളവ്. 19ാമത്തെ കാര്യം. 18ാമത്തെ കാര്യം അല്ലേ, അൽദുൽം, അക്രമവും അനീതിയും പ്രവർത്തിക്കുക എന്നുള്ളത്. ലാ തദ്ലിമന്ന ഇദാ മാ കുൻത മുഖ്തദിറൻ ഫദ്ദുൽമു യർജിഉ ഉഖ്ബാഹു ഇലൻ നദമി. സലഫുകളിൽ ചിലർ പാടി, നീ എത്ര കഴിവുള്ളവനാണെങ്കിലും നീ എത്ര കഴിവുറ്റവനാണെങ്കിലും നീ ഒരാളോടും ദ്രോഹം പ്രവർത്തിക്കരുത്, ദുൽമ ചെയ്യരുത്. കാരണം നീ എത്ര മേന്മയും പദവിയുമുള്ളവനാണെങ്കിലും ഫദ്ദുൽമു യർജിഉ ഉഖ്ബാഹു ഇലൻ നദമി, നീ ചെയ്ത ദുൽമിൻ്റെ പേരിൽ ഒരു നാൾ നീ ഖേദത്തിലാകുന്ന അവസരം വരും. അത് നീ പേടിക്കണം. നീ എത്ര കഴിവുള്ളവനാണെങ്കിലും ശരി, എത്ര വലിയ അധികാരിയാണെങ്കിലും ശരി, സമ്പന്നനാണെങ്കിലും ശരി, പ്രമാണിയാണെങ്കിലും ശരി, അല്ലെ, ആളുകൾക്ക് അധികാരവും സമ്പത്തും അതുപോലെ തന്നെ പ്രാമാണിത്വമൊക്കെ ലഭിച്ചാലാണ് മറ്റുള്ളവരെ ദുൽമ ചെയ്യാനും ദ്രോഹിക്കാനൊക്കെ ശൈത്താൻ താല്പര്യമിട്ട് കൊടുക്കുക. അപ്പം നീ എത്ര വലിയവനാണെങ്കിലും ശരി, ഒരാളെ നീ ദ്രോഹിക്കരുത്. കാരണം നിന്റെ ദുൽമ അത് നിനക്ക് തിരിച്ചടിയായി, നഷ്ടമായി, ഖേദമായി തിരിച്ചു വരും എന്നതിനെക്കുറിച്ച് നിനക്ക് ബോധമുണ്ടാകണം. ദുൽമ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ ദുൽമിനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. 3 തരത്തിലുള്ള ദുൽമുണ്ട്. ഒന്ന്, ഏറ്റവും കടുത്ത ദുൽമ, അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിനോട് ശിർക്ക് വെക്കുന്ന ദുൽമ. 2, അള്ളാഹുവിൻ്റെ പടപ്പുകളോട് ചെയ്യുന്ന ദുൽമ, സാമ്പത്തികമായോ ശാരീരികമായോ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചോ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ദ്രോഹം പ്രവർത്തിക്കുക, അവരോട് ദുൽമ ചെയ്യുക. 3, ളുൽമുൽ അബ്ദി നഫ്സഹു ബൈനഹു വബൈന റബ്ബി, ഒരടിമ തനിക്കും അള്ളാഹുവിനുമിടയിലുള്ള ബന്ധം, അതായത് തിന്മകൾ പ്രവർത്തിച്ച് ഹറാമുകൾ ചെയ്ത് ളുൽമ ചെയ്യുക. തൻ്റെയും റബ്ബിൻ്റെയും ഇടയിലുള്ള ബന്ധത്തെ അവൻ എന്ത് ചെയ്യുക? ളുൽമ കൊണ്ട് വീഴ്ച വരുത്തുക. ഫദുൽമുൽ അബ്ദി നഫ്സഹു ബിശ്ശിർകി ഹുവ അഅ്ലമു അൻവാഇ ദുൽം, ഷിർക്കാണ് ഏറ്റവും വലിയ അക്രമം. ഇസ്ലാമിൻ്റെ ഭാഷയിൽ ഷിർക്കിനേക്കാൾ വലിയ അക്രമമില്ല, അനീതിയില്ല, ദ്രോഹമില്ല, തിന്മയില്ല, പാപമില്ല, വിപത്തില്ല. ഷിർക്കാണ് ഏറ്റവും വലിയ തിന്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ എന്താണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്? അല്ലദീന ആമനു, ഈമാനുള്ളവർ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിൽ ദുൽമിനെ കൂട്ടിക്കലർത്താത്തവർ, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗത്തിലായവർ, അവർക്കാണ് നിർഭയത്വമുള്ളത് എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ സ്വഹാബികളിൽ ചിലർക്ക് സംശയമുണ്ടായി. അല്ലാഹുവിൻ്റെ റസൂലെ, അയ്യുനാ ലാ യദ്ലിമു നഫ്സഹു, ഞങ്ങളിൽ ആരാണ് തിന്മകൾ പ്രവർത്തിക്കാത്തവർ? അപ്പോൾ ഈമാനുള്ളവർ, അതോടൊപ്പം യാതൊരു തിന്മയും പ്രവർത്തിക്കാത്തവർ, അവർക്കേ നിർഭയത്വമുള്ളൂ, അവരേ ഹിദായത്തിലാകൂ എന്നാണല്ലോ ഈ ആയത്തിൻ്റെ അർത്ഥം. ഞങ്ങൾ ആരും ദുൽമ ചെയ്യാത്തവരില്ലല്ലോ, ഞങ്ങൾ ആരും പാപസുരക്ഷിതരല്ലല്ലോ എന്ന് സ്വഹാബത്ത് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ലൈസ ഹിയ കമാ തദുന്നൂൻ, ഇവിടെ പറഞ്ഞ ദുൽമ നിങ്ങൾ വിചാരിക്കുന്ന ദുൽമല്ല. ദുൽമ പല ഇനമുണ്ട്. സ്വന്തത്തോട് നമ്മൾ അതിക്രമം പ്രവർത്തിക്കുക, തിന്മകൾ ചെയ്യുക, പാപങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ള ദുൽമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞ ദുൽമ ഏതാണ്? അത് അശദ്ദു ദുൽമാണ്. ഇന്നമാ ഹുവ കമാ ഖാല ലുഖ്മാൻ ലിബ്നിഹി, ലുഖ്മാൻ അൽ ഹക്കീം അദ്ദേഹം തൻ്റെ മകനെ ഉപദേശിക്കവേ സൂറത്ത് ലുഖ്മാനിൽ അള്ളാഹു പറഞ്ഞതുപോലെ അവിടെ പറഞ്ഞ ദുൽമുണ്ട്. ആ ദുൽമാണ് ഇവിടെ പറഞ്ഞ ദുൽം. ഏതാണ് ആ ദുൽം? ലുഖ്മാൻ എന്താ പറഞ്ഞത്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എൻ്റെ പൊന്നു മോനെ നീ അള്ളാഹുവിനോട് ശിർക്ക് വെക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അലീം, നിശ്ചയം ശിർക്ക് എന്നത് കൊടിയ പാതകമാണ്, വലിയ അക്രമമാണ്. ആ ദുൽമിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ദുൽമിൽ ഏറ്റവും വലിയ ദുൽമ ശിർക്കാണ്. ഷിർക്ക് സംഭവിക്കുന്നവൻ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവൻ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയെറുക്കുന്നവൻ, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനെ പോലെ ഭയക്കുന്നവൻ, അള്ളാഹു അല്ലാത്തവരോട് അള്ളാഹുവിനെ പോലെ പ്രതീക്ഷ അർപ്പിക്കുന്നവൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചു തേടേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവൻ, ഇസ്തിആസ ചെയ്യുന്നവൻ, ഇവനൊക്കെ ചെയ്യുന്നത് ഏറ്റവും കടുത്ത ദുൽമാണ്. അത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണമാണ്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കണം,
അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട്, നമ്മുടെ സഹജീവികളോട്, മിണ്ടാപ്രാണികളോട്, നാൽക്കാലികളോട് പോലും നമ്മൾ ദുൽമ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മൻ കാനത് ലഹു മദ്ലമത്തുൻ ലി അഹദിൻ മിൻ അർദിഹി ഔ ഷൈഇൻ, ആരോടെങ്കിലും അവൻ്റെ അഭിമാനത്തിനോ അവൻ്റെ സമ്പത്തിനോ അവൻ്റെ ശരീരത്തിനോ ദോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഫല്യതഹല്ലൽഹു മിൻഹുൽ യൗം, ഇന്ന് തന്നെ അത് പരിഹരിച്ചുകൊള്ളുക, ഇന്ന് തന്നെ അവനിൽ നിന്ന് പൊരുത്തം വാങ്ങിക്കൊള്ളുക. ഖബ്ല അല്ലാ യകൂന ദീനാറുൻ വലാ ദിർഹമുൻ, ഒരു ദീനാറും ദിർഹമും ഒരു സ്വർണ്ണ നാണയവും വെള്ളി നാണയവും ഉപകാരപ്പെടാത്ത നാളെത്തുന്നതിന് മുമ്പ്. പരലോകത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ പൈസ കൊടുത്ത് റെക്കമെൻഡേഷൻ നടത്തി സ്വാധീനിച്ച് ആരെയും സൈഡാക്കാനോ അരുക്കാക്കാനോ പറ്റൂല. ഇവിടെ നീ ആരോടെങ്കിലും ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ അത് പരിഹരിച്ചോളൂ. പരലോകത്ത് ഒരു ദീനാറും ഒരു ദിർഹമും ഉപകാരപ്പെടുകയില്ല. ഇൻ കാന ലഹു അമലുൻ സാലിഹുൻ, അവിടെ ഉപകാരപ്പെടുന്ന നിനക്ക് സ്വാലിഹായ അമലുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലിമതിഹി, നിന്റെ സഹോദരനോട് നീ ചെയ്ത ദ്രോഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ സ്വാലിഹായ അമല് അള്ളാഹു അവന് എടുത്തു കൊടുക്കും. വഇല്ലം യകുൻ ലഹു ഹസനാത്, ഇനി നിനക്ക് നന്മകളില്ലെങ്കിലോ ഉഖിദ മിൻ സയ്യിആതി സ്വാഹിബിഹി ഫഹുമില അലൈ, അവൻ്റെ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ചാർത്തി തരും. ഇങ്ങനെ പാപ്പരാകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ദുനിയാവിൽ നമ്മൾ ആരോടെങ്കിലും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം കൊണ്ടോ നിലപാട് കൊണ്ടോ സമീപനം കൊണ്ടോ ആരെയെങ്കിലും നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സമയമുണ്ട്. നാളെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള അവസരമില്ല. അവരെ കൊണ്ട് പൊരുത്തപ്പെടുവിക്കുക. ആ ദുൽമും പേറി നമ്മൾ ആഖിറത്തിൽ ചെന്നാൽ നമ്മുടെ അമലിൻ്റെ അവസ്ഥ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സാലിഹായ അമലുകൾ അവന് ചാർത്തി കൊടുക്കും, അതിനുള്ള പ്രായശ്ചിത്തമായി. നമ്മുടെ അടുത്ത് അമലില്ലെങ്കിലോ അവൻ്റെ തിന്മകൾ നമുക്ക് ചാർത്തപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒന്നുമില്ലാത്ത ശുദ്ധശൂന്യനായി നമ്മൾ പാപ്പരായി പോകുന്ന അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് ദുൽമ കൊണ്ടുണ്ടാകുന്ന നഷ്ടമാണ്. അതുപോലെ തന്നെ ഈ ഭാഗം നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. നമ്മൾ ചെയ്യുന്ന തിന്മകൾ, പാപങ്ങൾ, അത് ദുൽമിൻ്റെ മറ്റൊരിനാണ്. നമ്മൾ സ്വന്തത്തോട് ചെയ്യുന്ന ദുൽമാണെന്ത്? അള്ളാഹുവിനെ ധിക്കരിച്ച് ഹറാമുകൾ പ്രവർത്തിക്കുക എന്നുള്ളത്. ഈ ദുൽമും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് അത് നഷ്ടപ്പെടാനുള്ള കാരണമാണ്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, ലാ തദ്ലിമന്ന ഇദാ മാ കുൻത മുഖ്തദിറൻ ഫദുൽമു മർതഉഹു യഫ്ലി ഇല നദമി. നേരത്തെ പറഞ്ഞ പോലെ എത്ര കഴിവിട്ടവനാണെങ്കിലും ദുൽമ ചെയ്യാൻ നിൽക്കണ്ട, ആ ദുൽമ നിന്നെ ഖേദത്തിലേക്ക് മടക്കി കൊണ്ടുവരും. എന്നിട്ട് പറയാണ്, തനാമു ഐനുക വൽ മദ്ലൂമു മുൻതബഹുൻ. വല്ലാത്ത വാക്കാണിത്. നിന്റെ കണ്ണുകൾ ഉറങ്ങുന്നുണ്ടാവും. നീ ഒരാളെ ദ്രോഹിച്ച്, വെട്ടിപ്പിടിച്ച്, അപഹരിച്ച്, അധികാരം സ്ഥാപിച്ച് നീ സുഖമായി കിടന്ന് ഉറങ്ങുന്നുണ്ടാകും സന്തോഷത്തോടെ. എനിക്ക് കിട്ടിയല്ലോ എന്ന ആർത്തിയോടെ നീ ഒരാളെ ദ്രോഹിച്ച് കിടന്നുറങ്ങുന്നുണ്ടാവും. നിന്റെ കണ്ണുകൾ ഉറങ്ങുന്നുണ്ടാകും. വൽ മദ്ലൂമു മുൻതബഹുൻ. പക്ഷെ അനീതിക്കും അക്രമത്തിനും ഇരയായ ദ്രോഹിക്കപ്പെട്ട ആ മർദ്ദിതനുണ്ടല്ലോ, ആക്രമിക്കപ്പെട്ടവൻ, അവൻ ഉറക്കം വരൂല. അവൻ ഉണർന്ന് രാത്രിയുടെ അവസാന യാമങ്ങളിൽ അള്ളാഹുവിനോട് തേടുന്നുണ്ടാവും നിനക്കെതിരെ. യദ്ഉ അലൈക, നിനക്കെതിരെ അള്ളാഹുവിനോട് അവൻ ദുആ ചെയ്യുന്നുണ്ടാകും. വഅയ്നുല്ലാഹി ലം തനം, ഒരിക്കലും ഉറങ്ങാത്ത കണ്ണുകളുള്ള റബ്ബ് അവന്റെ ദുആ സ്വീകരിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ പേടിക്കേണ്ടത്. ആക്രമിക്കപ്പെട്ടവൻ, മർദ്ദിതൻ, കാഫിറാണെങ്കിലും ശരി, ഇസ്ലാമിന്റെ ശത്രുവാണെങ്കിലും ശരി, ആ പ്രാർത്ഥനക്കും അള്ളാഹുവിനും ഇടയിൽ ചിലപ്പോൾ മറയുണ്ടാകില്ല എന്നാണ്. ആ ഹദീസിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ആക്രമിക്കപ്പെട്ടവൻ കാഫിറാണെങ്കിലും ശരി, അവൻ്റെ ദുആ അള്ളാഹു ചിലപ്പോൾ സ്വീകരിച്ചേക്കും. അത്രയും കടുത്ത ദ്രോഹമാണ് മറ്റുള്ളവരോട് ദുൽമ ചെയ്യുക എന്നുള്ളത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് 19ാമത്തെ കാര്യം അല്ലേ? 18 അത്തഹാവുനു ബിസ്സലാ. 19ാമത്തെ കാര്യം അത്തഹാവുനു ബിസ്സലാ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ലാഘവ ബുദ്ധി കാണിക്കുക എന്നുള്ളത്. നിസ്കാരം അതിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നമുക്ക് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അത്തഹാവുനു ബിസ്സലാ, നിസ്കാരം കൃത്യമായി നിസ്കരിക്കാതിരിക്കുക. അത് ജമാഅത്തായി നമസ്കരിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും അതിൽ നിന്ന് വിട്ടുനിൽക്കുക. ശർഈയായ കാരണങ്ങളോ ന്യായമായ ഉദ്റോ ഇല്ലാതെ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് പിന്തി നിൽക്കുക. അകാരണമായി ജുമുഅ ഒഴിവാക്കുക. ഇവിടെ ശൈഖ് പ്രത്യേകം ഗൗരവത്തിൽ സൂചിപ്പിക്കുന്ന ജുമുഅയുടെ കാര്യമാണ്.
ചില ആളുകൾ ഒരു കാരണവുമില്ലാതെ ജുമുഅ ഒഴിവാക്കും. അത് അള്ളാഹുവിൻ്റെ തൗഫീഖ് അത് നഷ്ടപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, മൻ തറക്കൽ ജുമുഅത സലാസ മറാത്ത്, ആരാണോ 3 തവണ അകാരണമായി ജുമുഅ ഒഴിവാക്കിയത്, മിൻ ഗൈരി ദറൂറത്തിൻ, ഒരു നിർബന്ധിതാവസ്ഥയുമില്ലാതെ, തുബിഅ അലാ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിന് സീൽ വെക്കപ്പെടും, മുദ്ര വെക്കപ്പെടും. 3 തവണ തുടർച്ചയായി അകാരണമായി ഒരാൾ ജുമുഅ ഒഴിവാക്കിയാൽ അവൻ്റെ ഹൃദയത്തിന് അള്ളാഹു മുദ്ര വെക്കും. എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ പിന്നെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹിദായത്തോ ഇൽമോ അവൻ്റെ ദീനിൻ്റെ നന്മകളോ ഒന്നും പ്രവേശിക്കാത്ത അവസ്ഥയിൽ കടുത്തുപോകും. മുനാഫിഖായോ മാറും, കുഫ്റിലായോ മരിക്കേണ്ട അവസ്ഥ വരും. ഇതിനേക്കാൾ വലിയ ഭാഗ്യക്കേട് മറ്റൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചതുപോലെ ഹൃദയം കടുത്തു പോകാതിരിക്കാൻ, ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ സ്പർശിക്കാതിരിക്കാൻ കാരണമാകുന്ന നിസ്കാരത്തിൻ്റെ വിഷയത്തിലുള്ള അലംഭാവം നമ്മൾ ശ്രദ്ധിക്കണം. പരമാവധി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശർഇന് യോജിച്ച കാരണങ്ങളില്ലാത്തിടത്തോളം നമ്മൾ ജമാഅത്തായി മസ്ജിദുകളിലെത്തി നമ്മുടെ പരിസരത്തോ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ബാങ്ക് കേൾക്കുന്ന ഇടങ്ങളിലോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദുകളിൽ പോയി ജമാഅത്തായി നിസ്കാരം നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പുരുഷന്മാർ കച്ചവട സ്ഥലത്തോ വീട്ടിലോ ജോലി ചെയ്യുന്നിടത്തോ പണിസ്ഥലത്തോ അല്ല നിസ്കരിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദുകളിൽ എത്തിയാണ് 5 നേരവും സുബ്ഹി മുതൽ ഇശാ വരെ നിസ്കരിക്കേണ്ടത്. അതുകൊണ്ട് ജമാഅത്ത് നിസ്കാരവും ജുമുഅ നിസ്കാരവും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ നമുക്ക് അലംഭാവമുണ്ടോ, എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോരെ, ജമാഅത്തായിട്ട് നിസ്കരിക്കണം എന്തത്ര നിർബന്ധം, നിസ്കരിച്ചാൽ മതിയല്ലോ സമയത്തിന്. ഇങ്ങനെ ആ വിഷയത്തിൽ അലംഭാവമാണോ, അള്ളാഹുവിൻ്റെ തൗഫീഖ് അത്രത്തോളം നമുക്ക് കുറയും. കൃത്യമായി ജമാഅത്ത് നിസ്കാരം ശ്രദ്ധിക്കുന്ന ഒരാളാണോ, അത്ഭുതകരമായി അള്ളാഹുവിൻ്റെ തൗഫീഖ് അവൻ്റെ ജീവിതത്തിൽ സ്വാധീനിക്കും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ കാര്യം, അത്തഹാവുനു ബിസ്വലാ. അത്തഹാവുനു ബിസ്വലാ. തഹാവൻ എന്ന് പറഞ്ഞാൽ അവഗണിക്കുക, ലാഘവത്തോടെ കാണുക, നിസാരമാക്കി കാണുക. അദമു സ്വലാഹിയത്തിൽ മഹൽ. അവസാനത്തെ കാര്യം, നമ്മൾ ഇതുവരെ എണ്ണി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ബാധകമായ കാര്യമാണത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സ്വീകരിക്കാനുള്ള സന്നദ്ധതയില്ലാതിരിക്കുക. നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ ചിന്തയും ഈ പറഞ്ഞ കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള, അത് ഉൾക്കൊള്ളാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുക. ഒക്കെ കേൾക്കും, ഒക്കെ മനസ്സിലാക്കും, ക്ലാസ്സിലിരിക്കും, ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കും, ഉഷാറാണ് ആളുകളോട് പറഞ്ഞു കൊടുക്കാനും എത്തിച്ചു കൊടുക്കാനും അറിയിച്ചു കൊടുക്കാൻ. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുകൊണ്ടൊരു സ്വാധീനമില്ല. നമ്മളത് സ്വീകരിച്ചിട്ടില്ല, നമ്മളത് നടപ്പിലാക്കാൻ സന്നദ്ധരല്ല. അത് സിദ്ധിക്കില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അത് സ്വീകരിക്കാൻ നമ്മുടെ ശരീരവും മനസ്സും പ്രാപ്തമാകണം, വേണ്ടേ? ഖൽബ്, അടിസ്ഥാനപരമായി നമ്മുടെ ഖൽബ് നന്നാകണം. എന്നാലേ നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തയൊക്കെ നന്നാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങൾ അറിയണം ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് വടക്കായാൽ ശരീരം മുഴുവൻ കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അത് ഖൽബാണ്. അപ്പം ഖൽബിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതൊന്നും ഉപകാരപ്പെടുകയില്ല എന്നതാണ് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുന്ന കാരണങ്ങൾ പ്രവർത്തിക്കാനും അവൻ്റെ തൗഫീഖ് നഷ്ടപ്പെടുന്ന കാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ പറഞ്ഞൊന്നും കൂടി ആവർത്തിക്കണോ? അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടുന്ന ഏകദേശം 20ഓളം കാര്യങ്ങൾ, അല്ലേ? 20 കാര്യങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞു. അതൊന്നുകൂടി ആവർത്തിച്ചുകൊണ്ട്, വെറുതെ ഒന്ന് ഓടിച്ചു പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വിഷയം അവസാനിപ്പിക്കാം. ഒന്ന്, അത്തഗല്ലുഖു ബിഗൈരില്ല, അള്ളാഹു അല്ലാത്തവരുമായി ആരാധനാബന്ധം സ്ഥാപിക്കുക. അർറിയാഉ വ മുലാഹലാത്തുൽ മഖ്ലൂഖീൻ, രണ്ടാമത്തത് ലോകമാന്യതയും ആളുകളുടെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടിയുള്ള അമലും. അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ കാരണമാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, ലോകമാന്യം പ്രവർത്തിക്കുക. മൂന്നാമത്തേത് ഫസാദുന്നിയ, നമ്മുടെ നിയ്യത്ത് ഉദ്ദേശശുദ്ധി മോശമാകുക. നാലാമത്തേത് ഫസാദുൽ ഖൽബ്, നമ്മുടെ ഖൽബ് ഫസാദിലാകുക.
അഞ്ചാമത്തേത് അൽയഅ്സു മിൻ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ടുള്ള നിരാശ. ആറാമത്തേത് മുഖാലഫത്തുൽ കിതാബി വസുന്ന, അള്ളാഹുവിൻ്റെ കിതാബിനോടും സുന്നത്തിനോടും എതിരിടുന്ന അവസ്ഥ. എത്രാമത്തേത്? ആറാമത്തേത്. ഏഴാമത്തേത് അൽ ഉജുബ്, സ്വന്തം നഫ്സിൽ അത്ഭുതം കൂറുന്ന അവസ്ഥ. ഞാൻ വളരെ ഉഷാറാണെന്ന ചിന്ത, എന്നെക്കുറിച്ച് എനിക്ക് മതിപ്പുണ്ടാകുന്ന അവസ്ഥ. ഏഴാമത്തേത് അദ്ദുനൂബ് വൽ മആസി, തിന്മകളും പാപങ്ങളും. 8 അൽ മുജാഹറത്തു ബിൽ മആസി, തിന്മകൾ പരസ്യമായി പ്രവർത്തിക്കുക. 9 അത്തഅറുദു ലിൽ ഫിതൻ, ഫിത്നകൾ ഉണ്ടായാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാതെ അതിൽ പോയി തലയിടുക. 10ാമത്തേത് ഇത്തിബാഉൽ ഹവ, തന്നിഷ്ടത്തെ തോന്നിവാസത്തെ ദീനാക്കി നടക്കുക, ഹവയെ പിൻപറ്റുക. 11ാമത്തെ അൽ ഫസാദുൽ ഖുലിഖി, സ്വഭാവം മോശമാകുക. 12ാമത്തേത് സുഹ്ബത്തു സഫല, താഴ്ന്ന നിലവാരത്തിലുള്ള മോശപ്പെട്ട ദീനില്ലാത്ത ആളുകളുമായി സഹവസിക്കുക. 13ാമത്തേത് തർക്കുൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്നതും തിന്മ വിലക്കുന്നതും ഒഴിവാക്കുക. 14ാമത്തേത് ഖുദ്ലാനുൽ മുസ്ലിമി ലി അഖീഹിൽ മുസ്ലിം, തൻ്റെ മുസ്ലിമായ സഹോദരനെ നിന്ദിക്കുക, പരിഹസിക്കുക, അവനെ വഷളാക്കുക. ഇനി എത്രാമത്തെയാ? 15ാമത്തേത് തതബ്ബുൽ അസറാത്ത്, ആളുകളുടെ കുറവുകൾക്ക് പിന്നാലെ പോകുക, ആളുകളുടെ ന്യൂനതകൾ ചികഞ്ഞന്വേഷിക്കുക. 16ാമത്തേത് ഇത്ലാഖുൽ ബസറി ഫീമാ ലാ യഹിൽ, അനാവശ്യമായ കാര്യങ്ങളിൽ കാഴ്ചയുടക്കുക, ഹറാമുകളിലേക്ക് കാഴ്ച പതിപ്പിക്കുക, ദൃഷ്ടികളെ താഴ്ത്താതിരിക്കുക. 17ാമത്തേത് അൽ കദിബ്, കളവ്. 18 അദ്ദുൽം, അക്രമം, അനീതി, ദ്രോഹം. 19ാമത്തേത് അത്തഹാവുനു ബിസ്സലാ, നിസ്കാരത്തിൻ്റെ വിഷയത്തിലുള്ള ലാഘവ ബുദ്ധി, നിസാരഭാവം. 20ാമത്തേത് അദമു സ്വലാഹിയത്തിൽ മഹൽ, ഈ കാര്യങ്ങളെല്ലാം സ്വീകരിക്കാൻ സന്നദ്ധതയില്ലാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് ഈ പറഞ്ഞതിനെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അവൻ്റെ തൗഫീഖ് ലഭിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ മരണം വരെ മുറുകെ പിടിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖ ഇലാ തആതിക യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.